ഖുർആനിന്റെ അധ്യാപനവുമായി ഈ ഹദീസുകൾ യോജിക്കാത്തതായി അദ്ദേഹം ദർശിച്ചതായിരുന്നു ഇപ്രകാരം അഭിപ്രായപ്പെടുവാൻ കാരണം. അദ്ദേഹം കുണ്ടുങ്ങൽ കോഴിക്കോട്ട് ജോലി ചെയ്യുന്ന കാലത്ത് ഈസാ നബി അലൈഹിസ്സലാം ഫറൂഖിൽ വന്നിട്ടുണ്ടെന്ന് അറിവ് ലഭിച്ചാൽ പോലും കാണാൻ വേണ്ടി ഞാൻ പോവുകയില്ലെന്ന് പറയാറുണ്ട്. അത്രമേൽ മുതവാത്തിർ എന്ന് പറയാവുന്ന വിധത്തിൽ ഹദീസുകൾ വന്നിട്ടുള്ളതാണ് ഈസാ നബി അലൈഹിസ്സലാമിന്റെ വരവുമായി ബന്ധപ്പെട്ടതും അനുബന്ധ കാര്യങ്ങളെ കുറിച്ചും. എന്നാൽ അത് ഇവരുടെ നിരീക്ഷണത്തിൽ എന്താ, അത് ഇയാളെന്ന നിരീക്ഷണത്തിൽ അത് ഖുർആനെതിരാണ്. അതുകൊണ്ട് ഞാൻ സ്വീകരിക്കൂല. ഈസാ നബി തൊട്ടടുത്ത് ഫറൂഖിൽ വന്നത് കേട്ടാൽ പോലും ഞാൻ അവിടേക്ക് കാണാൻ പോകുകയില്ല എന്ന് പറയുന്ന വിധത്തിലേക്ക് ഇവര് വാദം എത്തിയത് എന്തുകൊണ്ടാണ്? ഇവർക്ക് ചില ആശയങ്ങളുടെ താല്പര്യങ്ങളുണ്ട്. അതിനെ അനുയോജ്യമല്ലാത്തതിനെ തള്ളിപ്പറയണമെങ്കിൽ ഇങ്ങനെ ചില മാനദണ്ഡങ്ങൾ അവർ